ഒരു ഭീകര രാജ്യമാണ്. അവരുടെ ജിഹാദി സംഘടനകൾക്കെല്ലാം വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകി അവരെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഇന്ത്യക്ക് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും ശത്രുക്കളാണ് പാകിസ്ഥാനെ ഇപ്പോൾ പരസ്യമായി ഭീകര രാജ്യമെന്ന് വിളിച്ചുകൊണ്ട് ബെൽജിയത്തിലെ ഫ്ലെമിഷ് പാർലമെന്റ് അംഗവും വെംലാസ് വ്ലാങ് പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ഫിലിപ്പ് ഡെവിൻറ്റർ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയോടുകൂടി തന്നെ ലോകരാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാന്റെ ഭീകരത മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു എന്നതാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് അടക്കം ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് ഇതുവരെയും നേരം വെളുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. കാരണം ഇത്രയധികം ക്രൂരമായി തന്നെ ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നൊടുക്കുകയും എന്നാൽ അവർ ഇന്ത്യ നൽകിയ തിരിച്ചടി നേരിട്ടിട്ട് പോലും അവർ ആ ഭീകര രാജ്യത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അത് നിർത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. സാമ്പത്തികമായി പോലും കൂപ്പുകുത്തി നിൽക്കുന്ന രാജ്യം ആദ്യം ഭീകര സംഘടനയ്ക്ക് ആവശ്യത്തിന് വേണ്ട പണം നൽകി അവരെ പരിപോഷിപ്പിക്കാനാണ് ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ബെൽജിയം നേതാവിന്റെ വാക്കുകളും ഇതിലൂടെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. അതേസമയം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളും ഒരേ ഭീഷണിയാണ് നേരിടുന്നത്, തീവ്ര ഇസ്ലാമിക ഭീകരത. നമ്മൾക്ക് ഒരേ ശത്രുവാണ്. പാകിസ്ഥാൻ ഈ തീവ്ര ജിഹാദി പ്രസ്ഥാനങ്ങളെയും തീവ്രവാദ ഗ്രൂപ്പുകളെയും പണം, ലോജിസ്റ്റിക്കൽ പിന്തുണ, എല്ലാത്തരം സൗകര്യങ്ങൾ എന്നിവയിലൂടെ തന്നെ പിന്തുണ നൽകുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഡൽഹിയിൽ നടന്ന ആക്രമണങ്ങൾ ഇതിന് വലിയൊരു തെളിവാണ്. നമ്മുടെ രാജ്യത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണ്. യൂറോപ്പ് അതിനെ പൂർണ്ണമായും നിരോധിക്കണം. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾക്ക് പണവും ആയുധങ്ങളും എല്ലാത്തരം സൗകര്യങ്ങളും നൽകുന്നുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലോബൽ പാട്രിയറ്റ്സ് മീറ്റ് എന്ന 2025 എന്നൊരു മീറ്റിൽ പങ്കെടുക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന്റെ 2ാം ഭാഗത്തിനായി തന്നെ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ മഞ്ഞുറഞ്ഞ പർവ്വതങ്ങളുണ്ട്, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുണ്ട്. എന്നാൽ ഈ വൈവിധ്യമായ കാഴ്ചകൾക്കപ്പുറം തന്നെ നമ്മുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഭീഷണി കൂടി മറഞ്ഞിരിക്കുകയാണ് അവിടെ. അതാണ് ടെറർ ലോഞ്ച് പാഡുകൾ. നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുവാനും ആക്രമണം നടത്തുവാനും ഭീകരർ അവസാന വേട്ട അല്ലെങ്കിൽ അവസാന നിലയിൽ എന്ന രീതിയിൽ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ആ തയ്യാറെടുപ്പുകൾ നടത്തുന്ന താൽക്കാലിക ഒളിത്താവളങ്ങളെയാണ് ഇത്തരത്തിൽ ടെറർ ലോഞ്ച് പാഡുകൾ എന്ന് പറയുന്നത്. അതിർത്തിക്ക് തൊട്ടടുത്ത് തന്നെ പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെച്ച വിഷക്കൂടുകൾ ഉണ്ടാകും. വർഷങ്ങളായി തന്നെ ഈ താവളങ്ങളിൽ നിന്നുകൊണ്ടാണ് ഭീകരർ പരിശീലനം നേടിക്കൊണ്ട് അവരുടെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറുന്നതും. അതായത് നമ്മുടെ മണ്ണിലേക്ക്, ഇന്ത്യയുടെ മണ്ണിലേക്ക് ഇവർ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അങ്ങനെ അതിർത്തി കടന്നുള്ള ഭീകരതയുടെ കൈയാളാൻ 26 പേരുടെ ജീവൻ നഷ്ടമായ പഹൽഗാം കൂട്ടക്കൊല, ആ രക്തസാക്ഷികൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഇന്ത്യ ഒരു സൈനിക ഓപ്പറേഷന് രൂപം നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ 2024 മെയ് 7 മുതൽ 10 വരെ വെറും 4 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകര സംഘടനകളടക്കം അവരുടെ ഭീകര കേന്ദ്രങ്ങളടക്കമാണ് തകർത്ത് തരിപ്പണമാക്കിയത്. എന്നാൽ ഈ ദിവസങ്ങൾ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഭയം നിറഞ്ഞ അധ്യായമായി തന്നെ മാറിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറാണ് അന്ന് ആരംഭിച്ചത്. ഇന്ത്യൻ സേന പ്രധാനമായും ലക്ഷ്യമിട്ടത് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന ലോഞ്ച് പാഡുകൾ എന്ന താവളങ്ങളാണ്. ആ നീക്കത്തെ, അതിനെപ്പറ്റിയും അതിന് പിന്നാലെ ഇന്ത്യൻ അതിർത്തിയിലുണ്ടായ വലിയ മാറ്റങ്ങളെ പറ്റിയും ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ അവിടെ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ BSF. അതായത് വേണ്ടി വന്നാൽ വലിയൊരു ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണ് എന്നതായിരുന്നു അവർ നൽകിയ മുന്നറിയിപ്പ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ 2ാം ഘട്ടം ആരംഭിക്കും എന്ന് തന്നെയാണ് ഈ ഒരു സൂചനയുടെ അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ BSF നൽകിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.